ഇനി ആരുടെ കണ്ടുപിടിക്കാൻ വേണ്ടി സെറ്റ് ക്രോസ് സെഡിൻ്റെയാണ് ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സെഡ് ക്രോസ് സെഡിലെ എലമെൻറ്റ് എങ്ങനെ ഇരിക്കുക, സം എം കോമ എൻ എന്നുള്ള രൂപത്തിലായിരിക്കുക അല്ലേ. ഈ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ആണ്, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സെഡ് ക്രോസ് സെഡിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഈ എലമെൻറ്റിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, 0 ഇൻറ്റു എം കോമ 0 ഇൻറ്റു എൻ എന്തായി മാറുള്ളൂ, 0,0 ആയിട്ട് മാറാൻ പോകുന്നുള്ളൂ. ഓക്കെ. സോ സെറ്റ് ക്രോസ് സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ വരാൻ പോകുന്നത്, 0 ആണ്. ഓക്കെ. സിമിലർലി അല്ല, സെറ്റ് 3 ക്രോസ് 3 സെറ്റ് ആകുമ്പോൾ സെറ്റ് 3 ക്രോസ് 3 സെറ്റിലെ എലമെൻറ്റ് കിടക്കാൻ പോകുന്നത് ഇവിടെ ഒരു ടേം സെറ്റ് 3 ടേം വരും. ഫസ്റ്റ് കോർഡിനേറ്റിൽ സെറ്റ് 3യുടെ ടേം ഉണ്ട്, സെക്കൻഡ് കോർഡിനേറ്റ് 3 സെറ്റിൻ്റെ ടേം ഉണ്ട്. സെറ്റ് 3യുടെ ടേമിനെ 0 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ 3 സെറ്റിലെ ടേം 0 ആവണമെങ്കിൽ എന്തിനു വേണം, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ അത് 0 ആവുള്ളൂ. സോ ഇവിടത്തെയും ക്യാരക്ടറിസ്റ്റിക് തന്നെ വരാൻ പോകുന്നത് 0 തന്നെ വരാൻ പോകുന്നത്. ഇനി സെറ്റ് 3 ക്രോസ് 3 സെറ്റ് 3 ആണെങ്കിലോ അതിന് എന്ത് ചെയ്താൽ മതി, സെറ്റ് 3 ക്രോസ് 3യിലെ എലമെൻറ്റിനെ നമുക്കറിയാം എന്ത്, സെറ്റ് 3യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റ് 3യിലെ എലമെൻറ്റിനെ എല്ലാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും, 0 ആയി മാറും. അതുപോലെ ഈ സെറ്റ് 3യുടെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്കാരാണ്, സെറ്റ് 3 ആണ്. അതുകൊണ്ട് മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എം കോമ എൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് കിട്ടും, അത് 3m, 3n ആയി മാറും. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി രണ്ടും തന്നെ മാറും, 0 ആയിട്ട് മാറും. ഓക്കെ. അടുത്ത ആരാ, Z3 ക്രോസ് Z4 ആണ് അല്ലേ. Z3 ക്രോസ് Z4 എന്താ, ഈ Z3യുടെ ക്യാരക്ടറിസ്റ്റിക് എത്രയാണെന്നറിയാം, 3 ആണെന്നറിയാം. Z4ൻ്റെ ക്യാരക്ടറിസ്റ്റിക് എത്രയാണെന്നറിയാം, 4 ആണെന്നറിയാം. അപ്പോൾ ഈ ഫസ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആവും, ഈ സൈഡിലുള്ള ആൾക്കാർ 4 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആവും. സോ മൊത്തത്തിൽ 0 ആവണമെങ്കിൽ എന്ത് വേണം, ഇതിൻ്റെ ലീസ്റ്റ് നമ്പർ ആവണമെങ്കിൽ ഇതിൻ്റെ LCM എടുത്തിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആരാ, 3യുടെയും 4ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ ആരാണ്, 12 ആണ്. സോ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെറ്റ് 3 ക്രോസ് സെറ്റ് 4ലെ എല്ലാ എലമെൻറ്റ്സും എന്തായി മാറും, 0 ആയി മാറും. സോ സെറ്റ് 3 ക്രോസ് സെറ്റ് 4ൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 12 ആണ്. സോ സെയിം പരിപാടി ഇവിടെ നോക്കുക, എന്താ അങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് 6 ക്രോസ് സെറ്റ് 15 സംഭവിക്കുക, Z6ൻ്റെ ക്യാരക്ടറിസ്റ്റിക് 6 ആണ്, സെറ്റ് 15ൻ്റെ ക്യാരക്ടറിസ്റ്റിക് 15 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലെ ആൾക്കാരെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആവും, ഈ സൈഡിലെ ആൾക്കാർ 15 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആവും. കോമൺ ആയിട്ട് 0 ആവണമെങ്കിൽ എന്ത് വേണം, അപ്പോൾ 6ൻ്റെയും 15ൻ്റെയും LCM എടുക്കണം. ആരാ 6ൻ്റെയും 15ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക, 30. ഓക്കെ. സോ Z6 ക്രോസ് Z15ൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ. ഇനി എന്നിട്ട് RBI കമ്പ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ക്യാരക്ടറിസ്റ്റിക് 4 ആണെങ്കിൽ കമ്പ്യൂട്ട് A+B ഹോൾ റേസ് ടു 4. എന്താ A+B ഹോൾ റേസ് ടു 4ഉം A+B ഹോൾ റേസ് ടു 9 അടുത്തതിലും A+B ഹോൾ റേസ് ടു 6 ഒക്കെ എന്താ വരിക, ആദ്യം ഒന്ന് സ്വന്തമായി എഴുതി നോക്കുക, വാട്ട് ഈസ് A+B ഹോൾ റേസ് ടു 4. എങ്ങനെ A+B ഹോൾ റേസ് ടു 4 ഒക്കെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുക, ബൈനോമിയൽ കോയിഫിഷ്യൻസ് ഓർമ്മയുണ്ടോ, എങ്ങനെയാണ് വരിക, 1 1 2 1 3 1 1 2 1 1 3 3 1 1 4 6 4 1. അടുത്താകുമ്പോൾ 1 എങ്ങനെ ചെയ്യണേ നോക്കുക. ഫസ്റ്റ് ടേം 1, അതായത് ആരാ, A+B ചെയ്യുമ്പോൾ അല്ലെങ്കിൽ A ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള കേസാണ്. അത് A+B ഹോൾ സ്ക്വയർ ആയാൽ എങ്ങനെ ഇരിക്കും, ഓക്കെ ഇങ്ങനെ മാറ്റി കുറച്ചുകൂടി നന്നാക്കി എഴുതാം. 1 1 1 1 2 1. ഇപ്പം എങ്ങനെ വന്ന് നോക്കുക, ഇത് A+B ഹോൾ പവർ 0 ആയിരുന്ന സിറ്റുവേഷൻ. ഇതായപ്പോൾ A+B, എയുടെ കോഫിഷ്യൻറ്റും 1, ബിയുടെ കോഫിഷ്യൻറ്റും 1. അടുത്തത് A+B ഹോൾ സ്ക്വയർ. A+B ഹോൾ സ്ക്വയർ ആരാ, A² + 2AB + B² അല്ലേ. ഫസ്റ്റ് കോഫിഷ്യൻറ്റ് 1, സെക്കൻഡ് കോഫിഷ്യൻറ്റ് 2, അടുത്തത്
1 ആയി. അടുത്ത് എങ്ങനെ, അപ്പോൾ ഇതവിടെ നിന്ന് കിട്ടും നോക്കുക. ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടുന്നത്, ഇങ്ങനെയാണ് 2ലോട്ട് എത്തിയത്. ഓക്കെ, ഇനി 1 ഇവിടെ തന്നെ അതുപോലെ തന്നെ എഴുതുക. ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്തിട്ട് എന്താ എഴുതുക, 3 വരും. ഈ 2ഉം 1ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 3 വരും. അടുത്തത് 1, അടുത്തത് 1, 3ഉം 1ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 4, 3ഉം 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 6, 1ഉം 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 4, പിന്നെ 1. പിന്നെ അടുത്തത് എന്താ വരിക, അപ്പോൾ 1, 1ഉം 4ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 5, 4ഉം 6ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 10, 6ഉം 4ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 10, 4ഉം 1ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള 5, 1. ഓക്കെ, അപ്പോൾ a + b ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എനിക്കും a⁴ + 4 ഇൻറ്റു എഴുതുന്നില്ല, ഇത് ആൻഡ് സൊല്യൂഷൻ മാനുവൽ നമുക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എളുപ്പത്തിന് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറയുകയാണെന്ന്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. കോയിഫിഷ്യൻസ് എന്ന് അറിയാൻ പറ്റും. കോയിഫിഷ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മാറ്റാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്ന് നോക്കുക, സ്വന്തമായിട്ട് ആദ്യം ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം സൊല്യൂഷൻ മാനുവലിൽ കമ്പയർ ചെയ്ത് നോക്കാൻ. ഓക്കെ, ഷോ ദാറ്റ് ദ മെട്രിക്സ് 1 2 2 4 is a divisor of 0 in M2 set. ഇന്ന് കാണിക്കാൻ എന്താ വേണ്ടേ, 1 2 2 4 is a divisor of M2 set എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ആൾറെഡി പറഞ്ഞത് M2 സെറ്റ് എന്തല്ല, നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ, നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. സോ ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ല കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, 1 2 2 4നോട് ഏതെങ്കിലും ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണം, ഓട്ടോമാറ്റിക്കലി 0 വരണം. ഓക്കെ, അപ്പോൾ ആൾറെഡി ഉത്തരം അവിടെ കിടപ്പുണ്ട്, വെറുതെ മൾട്ടിപ്ലൈ ശരിയാവും. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ഉത്തരം എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക ഓട്ടോമാറ്റിക്കലി. സോ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുക, AB ഒരു 2x2 മെട്രിക്സ് എടുക്കുക. 1 2 മെട്രിക്സ് 1 2 2 4. ഓക്കെ, 1 2 2 4 ഇൻറ്റു ഒരു ABCD മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കിട്ടണം നിങ്ങൾക്ക്, 0 0 0 0. എന്താ ഫസ്റ്റ് ടേം, ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പോകുന്ന അവസാനം നമ്മളിപ്പോൾ. A + 2C = 0. അടുത്തത് B + 2D = 0. അടുത്തത് 2A + 4C = 0. അടുത്ത ആരാ, 2B + 4D = 0. ഓക്കെ, കണ്ടറിയാൻ പറ്റും ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണിത്. ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുന്ന ഇക്വേഷനാണിത്. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് A + 2C = 0, C = 0, B + 2D = 0. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എയും ഡിയുടെ, അപ്പോൾ A = എന്താ പ്രകാരം, A = -2C എടുക്കുക, B = -2D എടുക്കുക. അപ്പോൾ ഞാൻ A = 1 എടുക്കുകയാണെങ്കിൽ, C = 1 എടുക്കുന്നുണ്ടെങ്കിൽ, C = 1 എടുക്കുകയാണെങ്കിൽ A = എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി -2. ഓക്കെ, ഞാൻ D = 1 എടുത്താൽ B = -2. പിന്നെ നമുക്ക് നോക്കാം ഇത് ശരിയാവുണ്ടോ ഈ മെട്രിക്സ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഏതൊക്കെ എടുത്തിട്ടുള്ളപ്പോൾ A = -2, B = -2, C 1, D 1. A -2, B -2, C 1, D 1 ഇൻറ്റു നമ്മുടെ മെട്രിക്സ് ആരാ, 1 2 2 4. ഓക്കെ, ഇവിടെ എഴുതാൻ കാരണം എന്താ, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തത്. കാരണം AB മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ABയും BAയും ഇപ്പോഴും എന്തല്ല, സെയിം അല്ല, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം. ഓക്കെ, ഇപ്പോഴും സെയിം ആവണം നിർബന്ധമില്ല. ഇത് മൾട്ടിപ്ലൈ നോക്കുക, 1 2 ഇൻറ്റു 2 - മൾട്ടിപ്ലൈ എന്താവുക, -2 + 2 എന്താണ്, 0. അടുത്തെന്താ, 1 2 ഇൻറ്റു 2 അടി എന്താവുക, -2 + 2 0. 2 4 ചെയ്യുമ്പോൾ -4 + 4 0, -4 4 0. ഓക്കെ, നമുക്കൊരു മെട്രിക്സ് -2 -2 1 1 കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ
ഉള്ള എ ഈക്വൽ ടു അതിലെ വാല്യൂസ് സീനും ഡീനും മാറ്റി കൊടുത്താൽ വേറെയും മെട്രിക്സുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് സിക്കും ഡിക്കും വേറെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ സിക്കും ഡിക്കും 2 ഇട്ട് കൊടുത്തിട്ട് ഒരു മെട്രിക്സ് വാല്യൂസ് മെട്രിക്സ് എടുക്കുക, എന്നിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൂടി നോക്കുക. ഓക്കെ, അങ്ങനെ എത്ര മെട്രിക്സ് വേണം നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിന് എന്തെങ്കിലും ഇതിനകത്ത് എക്സസൈസിൽ വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഏതെങ്കിലും ഗൈഡുകളോ എന്തെങ്കിലും ആണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയുക, ഞാൻ പ്രൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 19 എന്തായി, ഏകദേശം അവസാനിപ്പിച്ചു. ഇനി അപ്പോൾ ഒരു ചാപ്റ്ററേ ബാക്കിയുള്ളൂ.